അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ഗ്രേസ് ടി വിയിൽ പ്രഭാത സന്ദേശവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകിയതിനായി കർത്താവിന് മുഴുവനും മഹത്വവും അർപ്പിക്കുകയാണ്. ഇന്ന് രാവിലെയും ദൈവത്തിൻ്റെ വചനവുമായി യേശുവിൻ്റെ വെളിപ്പാടുമായി നിങ്ങളെ അഭിസംബോധന ചെയ്യുമ്പോൾ വലിയ വിടുതലുകൾ നിങ്ങളുടെ വീട്ടിൽ കർത്താവ് ചെയ്യട്ടെ എന്ന് ഞാൻ ക്രിസ്തുവിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ യേശുവിൻ്റെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ, യേശുവിൻ്റെ ശക്തി നമുക്ക് തിരിച്ചറിയാൻ, യേശുവിൻ്റെ ആത്മാവിനാൽ നമുക്ക് പോരാടി ജീവിപ്പാൻ ഈ മരുഭൂമിയിൽ കർത്താവ് അവസരം നൽകി. പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒത്തിരി ഭാരമേറിയ വിഷയങ്ങൾ വെല്ലുവിളിയായി നമുക്കെതിരെ കടന്നു വന്നപ്പോൾ അവയിലൊന്നും നമ്മൾ തകരാൻ അനുവദിക്കാതെ കർത്താവിൻ്റെ സ്നേഹവും ആ ശക്തിയും നമുക്ക് കോട്ടയായി സങ്കേതമായിരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും പ്രിയരെ. ഏറിയ കാലം കൊണ്ട് നിങ്ങൾ അനുഭവിക്കുന്ന ഏത് വിഷയത്തിനും ഒരു പരിഹാരമുണ്ട് എന്ന് യേശുവിൻ്റെ ആത്മാവ് പറയാൻ ഇന്ന് രാവിലെ ആത്മാവിനിക്ക് നിയോഗം തരുന്നു. വർഷങ്ങളായി നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്കകത്തൊരു വിടുതലുണ്ട്. ആരോടും നിങ്ങൾ പറയാതെ കൊണ്ടു നടക്കുന്ന വിഷയങ്ങൾ, ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബജീവിതത്തിലെ ചില പ്രയാസങ്ങളായിരിക്കാം, നിങ്ങളുടെ തലമുറപരമായ ചില വിഷയത്തിൽ, നിങ്ങളുടെ ഫാമിലിപരമായ വിഷയത്തിൽ ചില പ്രതിസന്ധിയിൽ കൂടെ ആയിരിക്കാം ഇന്ന് രാവിലെ നിങ്ങൾ കടന്നു പോകുന്നത്. എന്നാൽ യേശുവിന് പരിഹരിക്കാൻ കഴിയാത്ത ഒരു കാര്യവും ഈ ഭൂമിയിലില്ല. യേശു നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തും. യേശുവെ എന്ന് വിളിച്ചാൽ മതി, യേശുവിൻ്റെ ഹൃദയം നിങ്ങളെ അറിഞ്ഞ് അനുഗ്രഹിക്കും. യേശു ഉള്ളത് കൊണ്ടാണ്, യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ടാണ് നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കിട്ടാൻ ദൈവം അവസരം നൽകിയത്. പിതാവ് മഹത്വം എടുക്കേണ്ടതിന് പുത്രനിൽ കൂടെയാണ് നമുക്ക് വിടുതൽ നൽകുന്നത്. പുത്രൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ, പുത്രൻ്റെ ശക്തി നമ്മുടെ അകത്തുണ്ടെങ്കിൽ, പുത്രൻ്റെ ജീവൻ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമ്മൾ തോറ്റവരല്ല. പിശാച് തോൽപ്പിക്കാൻ വരും, പരാജയപ്പെടുത്താൻ വരും, ചിന്നാഭിന്നമാക്കാൻ, ചിതറിക്കാൻ വേണ്ടി പിശാച് അടവുമായിട്ട് വരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ യേശു ഉള്ളതുകൊണ്ട്, നമ്മുടെ അകത്ത് വസിക്കുന്ന രാജാവ് ബലവാനായതുകൊണ്ട്, നമ്മുടെ അകത്തുള്ള ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ പ്രതിസന്ധികളെ ജയിക്കും എന്ന് ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ ആമേൻ എന്ന് പറയാൻ കഴിയും? ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം ഇങ്ങനെയാണ്: അവൻ കിടക്കുന്നത് യേശു കണ്ടു, ഇങ്ങനെ ഏറിയ കാലമായി കിടക്കുന്നു എന്നറിഞ്ഞ് നോക്കുക, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഏറിയ കാലമായി കിടക്കുന്നു എന്ന് അറിഞ്ഞ്, ഏറിയ കാലമായി ഈ മനുഷ്യൻ ഈ കുളക്കരയിൽ കിടക്കുകയാണ്. ഇവിടെ കാണുന്നത് യെരുശലേമിലെ ആട്ടുവാതിക്കൽ ബെഥെസ്ത എന്നു പേരുള്ളൊരു കുളമുണ്ട്. ആ കുളത്തിന് 5 മണ്ഡപങ്ങളുണ്ട്. ഈ മണ്ഡപങ്ങൾക്ക് ഓരോ മണ്ഡപങ്ങളിലും ഓരോ വ്യാധിക്കാർ കിടപ്പുണ്ട്. 3-ാമത്തെ വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്: അവയിൽ വ്യാധിക്കാർ, കുരുടന്മാർ, മുടന്തന്മാർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം അവിടെ കിടക്കുകയാണ്. ആരൊക്കെയാണ് കിടക്കുന്നത്? വ്യാധിക്കാർ, പലവിധ വ്യാധി പിടിച്ചവർ. പിന്നെ കുരുടന്മാർ, കണ്ണിന് കാഴ്ചയില്ലാത്തവർ. അടുത്തത് മുടന്തന്മാർ, കാലുകൊണ്ട് നടക്കാൻ കഴിയാത്തവർ. ക്ഷയരോഗികൾ, നമുക്കറിയാം ക്ഷയരോഗം വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ക്ഷീണിച്ച് എല്ലും തോലുമാകും, ചുമ മാറത്തില്ല, ഹാർട്ടിന് പ്രയാസമുണ്ടാകും, ശരീരം വല്ലാത്ത അവസ്ഥയിൽ ക്ഷീണിക്കപ്പെടും. ക്ഷയരോഗം വന്ന രോഗികളും അവിടെ കിടപ്പുണ്ട്. അപ്പോൾ തളർവാദക്കാരുണ്ട്, വ്യാധിക്കാരുണ്ട് അവിടെ. പക്ഷെ ഇവിടെ സംഭവിക്കുന്നതറിയാമോ? ഒരു പ്രത്യേക സമയത്തൊരു ദൂതൻ ആ യെരുശലേമിലെ ആട്ടുവാതിക്കലുള്ള കുളം വന്ന് കലക്കും. കലക്കി ആ ദൂതൻ അവിടുന്ന് പോയി കഴിഞ്ഞാൽ ഉടൻ ആദ്യം ആ വെള്ളത്തിലെടുത്ത് ചാടുന്ന വ്യക്തി സൗഖ്യമാകും. ഇതാണ് അവിടുത്തെ ഒരു ദൈവിക പദ്ധതി എന്ന് പറയുന്നത്. ആദ്യം കുളത്തിലേക്ക് ചാടുന്ന വ്യക്തി സൗഖ്യമാകും. അങ്ങനെ പലവിധ വ്യാധിക്കാരെ, കുടന്മാരെ, അവിടെ മുടന്തന്മാരെ, ക്ഷയരോഗികളെ എല്ലാം ആളുകൾ കൊണ്ട് കിടത്തിയിരിക്കുക. ഒരുപക്ഷെ മക്കളായിരിക്കും കൊണ്ട് കിടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയായിരിക്കും കൊണ്ട് കിടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അപ്പനോ അമ്മയായിരിക്കും കൊണ്ട് കിടത്തിയിരിക്കുന്നത്. ഇനി ഏറെ പറഞ്ഞ ചിലപ്പോൾ നാട്ടുകാരോ പള്ളിക്കാരോ ആയിരിക്കും അവിടെ കൊണ്ട് കിടത്തി. ഈ മനുഷ്യൻ എങ്ങനെയെങ്കിലും ഒന്ന് സൗഖ്യമാകട്ടെന്ന് വെച്ച്. എന്നിരുന്നാലും ഇങ്ങനെ ഒരു മനുഷ്യനെ ഏറിയ ചില വർഷങ്ങൾക്ക് മുമ്പ് ഈ
കുളക്കരയിൽ കൊണ്ട് കിടത്തി. അതിനർത്ഥം അവനൊന്ന് സൗഖ്യമാകാൻ വേണ്ടിയാണ്. ഇവൻ്റെ വിഷയം എന്തെന്നറിയാമോ? അവൻ സൗഖ്യമില്ലാതെ പക്ഷപാതക്കാരനായി കിടക്കുകയാണ്. ഈ പക്ഷപാതക്കാരനായി കിടക്കുന്നവൻ അവിടെ യേശു ആ സ്ഥലത്ത് വന്നപ്പോൾ കണ്ടത് രോഗം പിടിച്ച് കിടക്കുന്ന മനുഷ്യനെ ഏതാണ്ട് 38 വർഷം, 1-2 വർഷമല്ല, 38 വർഷം ഈ മനുഷ്യൻ അവിടെ കിടക്കുകയാണ്. 38 വർഷം മുമ്പ് ഈ കുളക്കരയിൽ വന്ന സമയം മുതൽ അവൻ്റെ ആഗ്രഹം ദൂതൻ കുളം കലക്കുമ്പോൾ എനിക്ക് ആദ്യം ചെന്നിറങ്ങണമെന്നാണ്. പക്ഷേ അവൻ തളർന്നു കിടക്കുകയാണ്. അവനെ എടുത്തിറക്കുവാൻ ആളില്ല. അവന് ചെല്ലാനും എഴുന്നേറ്റ് പോകുവാനും കഴിയില്ല. ഇനി ഉരുണ്ടു പോകാനും പോലും പറ്റത്തില്ല. അപ്പോഴത്തേനും മറ്റൊരാളെന്ത് ചെയ്യും? അവിടെ വന്ന് ആ വെള്ളത്തിൽ ചാടും. ഒറ്റൊരാൾക്കേ സൗഖ്യമുള്ളൂ. ആ സൗഖ്യം വേറെ ആരെങ്കിലും കൊണ്ടുപോകും. ഇങ്ങനെ 38 വർഷമായി മറ്റുള്ളവർ സൗഖ്യമാകുന്നതും തനിക്ക് ശേഷം വന്നവരും തനിക്ക് മുമ്പേ വന്നവരും വിടുതൽ പ്രാപിച്ച് കടന്നു പോകുന്നത് കണ്ടു കിടക്കാനല്ലാതെ ഈ മനുഷ്യനൊന്നും പറ്റിയിട്ടില്ല. എന്നാൽ യേശു അവിടെ വന്നപ്പോൾ ആ വ്യക്തിയെ കാണുകയാണ്. വർഷങ്ങൾ കൊണ്ട് പക്ഷപാതം സഹിച്ച് കിടക്കുന്ന ഈ വ്യക്തിയെ യേശു കണ്ടു. ഞാൻ ഇന്ന് രാവിലെ നിങ്ങളോട് സന്ദേശം പറയാം. യേശു നിങ്ങളെ കണ്ടിട്ടുണ്ടെങ്കിൽ എത്ര വർഷം പഴക്കമുള്ള വിഷയമാണെങ്കിലും അതിന് പരിഹാരമുണ്ട്. യേശു നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും. യേശു നീ കിടക്കുന്ന കിടക്കക്കരിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നീ കിടക്ക വിട്ട് എഴുന്നേക്കും. യേശു നീ തകർന്നിരിക്കുന്ന നിന്റെ തകർച്ചയ്ക്കകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ തകർച്ച മാറും. കാരണം യേശുവിൻ്റെ ശക്തി അത്ര വലുതാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിന്റെ അടുക്കൽ ആരും വന്നില്ലെങ്കിലും നിന്റെ ഉപ്പാപ്പന്മാരോ നാത്തൂമാരോ പെങ്ങന്മാരോ വീട്ടുകാരോ അപ്പനോ അമ്മയോ കൂടെ ജനിച്ച സഹോദരങ്ങളോ ഒന്നും നിന്റെ പ്രത്യേക സാഹചര്യത്തിൽ വരാതെ കഴിഞ്ഞ് 38 വർഷമായി ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ വ്യക്തിയെ പോലെ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീടിനകത്ത് ഒറ്റപ്പെട്ട് കിടക്കുന്ന അവസ്ഥയായിരിക്കാം. നിങ്ങൾ പറയുന്നുണ്ടാകാം, എന്നെ സഹായിക്കാൻ ആരുമില്ല. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, എന്തുകൊണ്ട് എനിക്ക് ഈ ഗതി വന്നു. നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാകാം, ഇതിനകത്തു നിന്നൊരു വിടുതൽ കിട്ടിയിരുന്നെങ്കിൽ. എന്നാൽ കഴിഞ്ഞ ചില വർഷങ്ങളായി നിങ്ങൾ കഷ്ടപ്പെടുകയല്ലേ? കഴിഞ്ഞ ചില വർഷങ്ങളായി നിങ്ങൾ വേദന അനുഭവിക്കുകയല്ലേ? നിങ്ങളുടെ ഇമേജ് ഓർത്ത്, നിങ്ങളുടെ ആ പൊസിഷൻ ഓർത്ത് മറ്റാരോടും നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാതെ ആ വീടിനകത്ത് തന്നെ നിങ്ങൾ നിങ്ങളുടെ വിഷയം ഒതുക്കുകയല്ലേ? നീയും നിൻ്റെ ഭാര്യയും തമ്മിൽ മാത്രം അറിയുന്ന ചില വിഷയങ്ങൾ, കേട്ടാൽ ഉള്ളു കലങ്ങുന്ന കണ്ണു പൊടിയുന്ന ചില നൊമ്പരങ്ങൾ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നത്. പക്ഷെ പരിഹരിക്കപ്പെടാൻ കഴിയാതെ അതിങ്ങനെ കിടക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, യേശു നിങ്ങളുടെ അടുക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ഒരു വിടുതലാണ്. ഇവിടെ 38 വർഷം കുളക്കരയിൽ ചെന്ന് കിടക്കുന്ന ഈ വ്യക്തിക്ക് ദൂതൻ്റെ അടുക്കൽ ചെല്ലാനോ ആ ദൂതൻ കലക്കിയ വെള്ളത്തിൽ ചാടാനോ പറ്റാതെ കിടക്കുമ്പോൾ യേശു അവിടേക്ക് വരികയാണ്. നിങ്ങൾ യേശുവിനെ തേടി പോകുന്നും വേണ്ട, യേശു നിങ്ങളുടെ അടുക്കൽ വരും. എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ വഴിയെ നീ പോകണ്ട എന്നല്ല ഞാൻ പറഞ്ഞേ. യേശു നിൻ്റെ അടുക്കൽ വരും. നമ്മളാരും യേശുവിനെ തേടി പോയതല്ലല്ലോ, യേശു നമ്മളെ തേടി വന്നതല്ലേ. നമ്മൾ യേശുവിനെ അറിയാതെ കിടന്നതല്ലേ. യേശുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ജീവിച്ചതല്ലേ. യേശുവുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും ഇല്ലാതെ സാത്താൻ്റെ ശക്തിക്കകത്ത് പൈശാചിക ബന്ധനത്തിനകത്ത് കിടന്നവരല്ലേ. എന്നാൽ യേശു അല്ലേ നമ്മളെ തേടി വന്നേ. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, ഈ 38 വർഷക്കാലം രോഗിയായി കിടക്കുന്ന വ്യക്തി ഏറിയ കാലമായി ഇവിടെ കിടക്കുന്നു എന്നറിഞ്ഞപ്പോൾ യേശു അവനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. കണ്ടോ, യേശു ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിനക്ക് മനസ്സുണ്ടോ? അതേ പ്രിയരെ, ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ നിങ്ങളോട് ചോദിക്കുക, യേശുവിൽ കൂടെ ഒരു വിടുതൽ കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശുവിൽ കൂടെ ഒരു സൗഖ്യം കിട്ടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അതോ ഇന്ന് ഈ കിടക്കുന്ന കിടപ്പിൽ കിടക്കാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ യേശുവിൽ കൂടെയുള്ളൊരു വിടുതൽ കിട്ടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാൻ അറിയാമോ? യേശു പറയുന്ന വാക്ക് നിങ്ങൾ കേൾക്കണം. യേശുവിനോട് നിങ്ങൾ മറുപടി പറയണം. ഈ 38 വർഷം കിടക്കുന്ന മനുഷ്യൻ പറയുകയാണ്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരുമില്ല. വാസ്തവത്തിൽ യേശു ചോദിച്ച ചോദ്യം എന്താണ്? ഈ വ്യക്തിയോട് ചോദിച്ചത്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സ് ഉണ്ടോ എന്ന്. എന്നാൽ ഈ മനുഷ്യൻ കൊടുത്ത മറുപടി നോക്കിക്കേ, വ്യത്യസ്തമായൊരു മറുപടിയാണ് കൊടുക്കുന്നത്. യേശു ചോദിച്ച ചോദ്യത്തിന് ആൻസർ എന്താ കൊടുക്കണ്ടേ? അതേ കർത്താവേ,
അല്ലെങ്കിൽ അതേ ഗുരുവെ, അല്ലെങ്കിൽ അതേ യജമാനനെ, എനിക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് എന്നല്ലേ പറയണ്ടേ? പക്ഷേ ഈ വ്യക്തി മനസ്സുണ്ടെന്നല്ല പറഞ്ഞ് ആ വ്യക്തിയുടെ ഉള്ളിലെ വേദന ഇറക്കി വയ്ക്കുകയാണ്. ഇപ്പോൾ തനിക്ക് സൗഖ്യമാകുന്നതിനേക്കാൾ കൂടുതൽ വേദന എനിക്കാരുമില്ല എന്നുള്ള ചിന്തയാണ്. രോഗസൗഖ്യം ഇപ്പോൾ അദ്ദേഹത്തിന് രണ്ടാമത്തെ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. യേശു അവൻ്റെ കിടപ്പ് കണ്ടിട്ട് ചോദിച്ചത് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന്. പക്ഷെ അവൻ്റെ വേദന എനിക്കാരുമില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒറ്റപ്പെടൽ വരുമ്പോഴും രോഗിയായി കിടക്കുമ്പോഴും ഞെരുക്കം അനുഭവിക്കുമ്പോഴും നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യമാണ് എനിക്കാരുമില്ല എന്നുള്ള കാര്യം. കാരണം നമുക്ക് പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. പ്രതികൂലങ്ങൾ വരുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. നമ്മൾ ബന്ധിക്കപ്പെട്ട് കിടക്കുമ്പോൾ നമ്മുടെ കൂടെ ആരും കാണത്തില്ല. അല്ലാത്തപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും കാണും. നിങ്ങളുടെ കയ്യിൽ പണമുണ്ടോ? നിങ്ങളുടെ കൂടെ കൂട്ടുകാർ കാണും. നിങ്ങളുടെ കയ്യിൽ നല്ല സ്വത്ത്, വേറെ നല്ല നിലവാരങ്ങളുണ്ടോ? നിങ്ങളുടെ കൂടെ നിങ്ങളുടെ വീട്ടുകാർ കാണും. പക്ഷേ ഇതൊന്നുമില്ലെങ്കിൽ, നിനക്ക് കയറി കിടക്കാൻ വീടില്ലെങ്കിൽ, നിൻ്റെ ശരീരത്തിൽ ആരോഗ്യമില്ലെങ്കിൽ, നിൻ്റെ പേഴ്സിൽ പണമില്ലെങ്കിൽ, വീട്ടുകാരോ കൂട്ടുകാരോ നാട്ടുകാരോ ആരും നിങ്ങളുടെ കൂടെ കാണത്തില്ല. എന്നാൽ യേശുവിൻ്റെ അടുക്കൽ വന്ന ഈ മനുഷ്യൻ യേശു ചോദിച്ച ചോദ്യത്തിന് തക്കതായ മറുപടി കൊടുക്കാതെ തൻ്റെ ഉള്ളിലെ വേദന യേശുവിനോട് പറയുകയാണ്. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയുക, നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില വേദനയില്ലേ, അത് നിങ്ങൾ യേശുവിനോട് പറയണം. ഈ വ്യക്തി പറഞ്ഞത് അങ്ങനെയാണ്. തളർന്നു കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് യേശു ചോദിക്കുക, സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ആരുമില്ല എന്നാണ് അവൻ പറയുന്നത്. ഇന്ന് രാവിലെ ആരുമില്ലെന്നൊരു തോന്നൽ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇന്നത് വെടിഞ്ഞേര്. എനിക്കാരുമില്ല എന്നൊരു ഭാരം നിങ്ങളെ ഭരിക്കുന്നെങ്കിൽ ഇന്നത് മെഴുകുപോലെ ഉരുകിപ്പോകട്ടെ. എനിക്കാരുമില്ല, എൻ്റെ കുഞ്ഞുങ്ങൾക്കാരുമില്ല, എൻ്റെ ഭർത്താവിനാരുമില്ല എന്ന് ചിന്തിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ, നിങ്ങളെ സഹായിക്കാൻ, പണം തരാൻ, ഒരു വീട് വെച്ച് തരാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ രോഗങ്ങൾക്ക് ഒരു ട്രീറ്റ്മെൻറ്റ് നടത്താൻ 10 പൈസ തരാൻ എനിക്കാരുമില്ല എന്നൊരു ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നതെങ്കിൽ ഇന്ന് രാവിലെ ആ ചിന്ത നിങ്ങളങ്ങ് പറിച്ചു കളാം. എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ പറയുന്നൊരു കാര്യം കേൾക്ക്. മറ്റാരുടെ മുഖത്തേക്ക് നിങ്ങൾ നോക്കണ്ട, യേശുവിൻ്റെ മുഖത്തേക്ക് നോക്ക്. നിങ്ങളുടെ അടുക്കൽ യേശു വന്ന് നിൽക്കുകയാണ്. യേശു നിങ്ങളെ സൗഖ്യമാക്കാനാണ് വന്നിരിക്കുന്നത്. യേശു നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താനാണ് വന്നിരിക്കുന്നത്. യേശു നിങ്ങളുടെ സാഹചര്യങ്ങൾക്ക് മാറ്റം വരുത്താനാണ് വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെ യേശുവിനോട് തക്കതായ ഒരു മറുപടി പറയാൻ നീ റെഡിയാണെങ്കിൽ, യേശുവിനോട് നിൻ്റെ ഉള്ള അവസ്ഥ പറയാൻ റെഡിയാണെങ്കിൽ, നിങ്ങളുടെ ഉള്ള അവസ്ഥ അറിഞ്ഞ് യേശു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഇവിടെ ഈ മനുഷ്യൻ പറയുക, വെള്ളം ദൂതൻ കലക്കുമ്പോൾ എന്നെ എടുത്തിറക്കാൻ എനിക്ക് ആരുമില്ല. ഞാൻ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്നാൽ യേശുവിനോട് പറഞ്ഞത്, നമുക്ക് ദൂതനോട് സംസാരിക്കാം, എന്തെങ്കിലും ഒരു വഴി ക്രമീകരിക്കാം, അല്ലെങ്കിൽ മണ്ഡപത്തിൻ്റെ അധിപതികളോട് ഞാൻ സംസാരിക്കാം, നിന്നെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ എടുത്ത് ആ വെള്ളത്തിലൊക്കെ ഇറക്കാൻ ഞാൻ ആരെങ്കിലുമൊക്കെ ആക്കാം, 4 പേരെ ഞാൻ ചുമട്ടുകാരായിട്ട് നിനക്ക് വേണ്ടി നിർത്താം. അടുത്ത ദൂതൻ വരുമ്പോൾ ഞാൻ ഈ മണ്ഡപത്തിലുള്ള ആളോട് കൽപ്പിക്കുക, ആരും ചാടരുത്, ഈ മനുഷ്യൻ 38 വർഷമായില്ലേ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്, അതുകൊണ്ട് നീ ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇനി ആരും ഇറങ്ങാതിരിക്കാൻ ഞാൻ നോക്കാം. അങ്ങനൊന്നും അല്ല യേശു പറഞ്ഞത്. എനിക്കാരുമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഈ വെള്ളത്തിൽ മറ്റൊരുത്തൻ വന്ന് സൗഖ്യമാകുമെന്ന് കണ്ണു നിറഞ്ഞ് ഹൃദയം പൊട്ടി യേശുവിനോട് പറഞ്ഞപ്പോൾ, യേശു 8-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യേശു അവനോട്, എഴുന്നേറ്റ് നിൻ്റെ കിടക്കയെടുത്ത് നടക്കുക. കണ്ടോ, വർഷങ്ങളായി ഈ കിടക്ക നിന്നെ അവിടെ കിടത്തിയതാ. 38 വർഷമായി ഈ മനുഷ്യനെ പിടിച്ചമർത്തി വെച്ച കിടക്ക, രോഗക്കിടക്ക, ശാപത്തിൻ്റെ കിടക്ക, നോക്കുക, സാമ്പത്തിക ഞെരുക്കത്തിൻ്റെ കിടക്ക, അസമാധാനത്തിൻ്റെ കിടക്ക, സന്തോഷമില്ലായ്മയുടെ കിടക്ക. എത്ര വർഷമായി മനുഷ്യനെ പിടിച്ചമർത്തിയത്? 38 വർഷം. എന്ന കർത്താവ് പറയുക, ആ കിടക്കയുമായി നീ എഴുന്നേൽക്കത്തില്ല എന്ന്, ഈ കിടക്കയിൽ നിന്ന് നീ എഴുന്നേൽക്കത്തില്ല എന്ന് കഴിഞ്ഞ 38 വർഷമായി നിന്നോട് വെല്ലുവിളിച്ച പൈശാചിക ശക്തിയെ, രോഗാത്മാവിൻ്റെ ശക്തിയെ ഞാൻ ശാസിച്ചിരിക്കുന്നു. അതുകൊണ്ട് നിന്റെ കിടക്കയെടുത്ത് നടക്കുക. ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ആ വിഷയത്തിൽ നിങ്ങൾക്കൊരു എഴുന്നേൽപ്പുണ്ടെന്ന്.
ഇന്നലെ വരെ കിടന്നതുപോലെയല്ല, ഇന്നലെ വരെ ജീവിച്ചതുപോലെയല്ല, ഇന്നലെ വരെ കഴിഞ്ഞതുപോലെയല്ല. പുതിയ ചില അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തരാൻ പോകുന്നു എന്ന് ഞാൻ ആത്മമണ്ഡലത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ദൂത് പറയുകയാണ്. ഇവിടെ ഇതാ യേശു പറയുക, നിന്റെ കിടക്കെടുത്ത് നടക്കുക. ആ മനുഷ്യൻ ഉടനെ അങ്ങനെ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? സൗഖ്യമായി. അവൻ സൗഖ്യമാകുക മാത്രമല്ല, കിടക്കയെടുത്ത് അവൻ നടന്നു. എത്ര നാളായി നടന്നിട്ട്, എത്ര നാളായി നരിയാണി ഉറപ്പിച്ച് നിന്നിട്ട്, എത്ര നാളായി ഇവൻ 10 പേരുടെ മുഖം കണ്ടിട്ട് ആ കുളക്കരയിൽ കിടക്കാൻ തുടങ്ങിയിട്ട് 1-2 വർഷമാണോ പ്രിയരെ? പക്ഷെ യേശു വന്നപ്പോൾ സെക്കൻഡ് കൊണ്ട് അവൻ്റെ വിഷയത്തിന് പരിഹാരം വന്നില്ലേ? അങ്ങനെയാണ് ഇന്ന് രാവിലെ ആത്മനിറവിൽ ഞാൻ ദൂത് പറയാം. യേശു വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കൊണ്ട് നിന്റെ നരിയാണി ഉറയ്ക്കും. യേശു വന്നിട്ടുണ്ടെങ്കിൽ സെക്കൻഡ് കൊണ്ട് നിന്റെ രോഗക്കിടക്ക ദൈവം മാറ്റിവിരിക്കും. യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടും. യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ദാരിദ്ര്യം ദൈവം എടുത്ത് മാറ്റും. യേശു വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യെ കടിച്ചു തൂങ്ങിയ പൈശാചിക മണ്ഡലത്തെ ദൈവം എടുത്ത് മാറ്റും. യേശു നിന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കുടുംബത്തിൽ വർഷങ്ങളായി അനുഭവിക്കുന്ന ആ തളർന്നു കിടക്കുന്ന വിഷയത്തിൻ്റെ മേൽ, എഴുന്നേൽക്കാതെ ശൂന്യമായി കിടക്കുന്ന, തളർന്നു കിടക്കുന്ന, മങ്ങിക്കിടക്കുന്ന, ഉറങ്ങിക്കിടക്കുന്ന വിഷയത്തിന് ഒരു മറുപടി ഉണ്ട് എന്ന് ഞാൻ ആത്മാവി പ്രവചിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട. യേശുവിൻ്റെ ശക്തി നിങ്ങളിലേക്ക് വരികയാ. യേശുവിൻ്റെ ആത്മാവ് നിങ്ങളിലേക്ക് വരികയാ. ഇപ്പോൾ നിങ്ങളതിനെ സ്വീകരിക്കുന്നെങ്കിൽ നിങ്ങൾക്കൊരു വിടുതലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് പറയുന്നു, ഏറിയ വർഷമായി, ആത്മാവ് അങ്ങനെയാ പറയുന്നത്, ഏറിയ വർഷമായി നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയത്തിന്, നിങ്ങൾ ശ്രദ്ധിക്കൂ, ഏറിയ കാലമായി അനുഭവിക്കുന്ന വിഷയത്തിന് ഇന്നു പകൽ ഒരു വിടുതലുണ്ട്. ഏറിയ കാലമായി നിങ്ങൾ കരയുന്ന വിഷയത്തിന് യേശുവിൽ വിടുതലുണ്ട്. ഏറിയ കാലമായി മുടങ്ങിക്കിടക്കുന്ന ആ വിഷയത്തിൽ യേശുവിന് വിടുതലുണ്ട്. നിങ്ങൾക്ക് ജോലി കിട്ടേണ്ട സമയം കഴിഞ്ഞു, ആ PR കിട്ടേണ്ട സമയം കഴിഞ്ഞു, ആ RN പാസ്സാകേണ്ട സമയം കഴിഞ്ഞു. ഏറിയ കാലമായി നീ അതിൻ്റെ പുറകെ കിടക്കുകയാ. പക്ഷെ ഇതുവരെയും നിനക്ക് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, നിന്റെ മുമ്പേ വന്നവരും, നിന്റെ മുമ്പേ രാജ്യത്ത് വന്നവരും, നിനക്ക് മുമ്പേ ആ സ്ഥാപനത്തിൽ ജോലിക്ക് വന്നവരും, നിനക്ക് ശേഷം വന്നവരും, നിനക്ക് ശേഷം ആ രാജ്യത്ത് കാലുകുത്തിയവരും രക്ഷപ്പെട്ടു പോയിട്ടും ഇന്നും നീ ആ കുളക്കരയിലാണ് കിടക്കുന്നതെങ്കിൽ ഒറ്റ വാക്ക് യേശുവോട് പറഞ്ഞാൽ മതി, യേശുവേ അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല എന്നൊറ്റ വാക്ക് നിങ്ങൾ പറയുക. യേശുവേ അങ്ങല്ലാതെ എനിക്ക് ആരുമില്ല. ഇന്ന് രാവിലെ ഞാൻ ആത്മാവി പറയാം, നീ ആ സ്ഥാപനത്തിൽ കയറിയതിന് ശേഷം കയറിയ പലരും അനുഗ്രഹിക്കപ്പെട്ടു അല്ലേ? നീ ആ രാജ്യത്ത് ചെന്നതിന് ശേഷം ചെന്നവർ പലരും അനുഗ്രഹിക്കപ്പെട്ടു. അവർക്ക് മതിയായ പേപ്പറുകളും വിസയും RN-ഉം PR-ഉം ഒക്കെ ദൈവം കൊടുത്തല്ലേ? ഇന്നും നീ ബന്ധിക്കപ്പെട്ട് ആ വീടിനകത്ത് ഈ കുളക്കരയിൽ കിടക്കുന്ന 38 വർഷമായി കിടക്കുന്ന വ്യക്തിയെപ്പോലെ ബന്ധിക്കപ്പെട്ട് കിടക്കുകയാണെങ്കിൽ രക്ഷപ്പെടാൻ ഒറ്റ വഴി, യേശുവിനെ സ്വീകരിക്കുക. യേശുവിൻ്റെ അടുക്കൽ നിൻ്റെ വേദന പറയുക. യേശുവിനോട് നീ തുറന്നു പറയുക. ആരോട് നീ തുറന്നു പറഞ്ഞില്ലെങ്കിലും യേശുവിനോട് നീ തുറന്നു പറയുക. ദൈവദാസന്മാരോട് നീ പറയാൻ മടിച്ചാലും, അപ്പനോട് പറയാൻ മടിച്ചാലും, കൂട്ടുകാരോട് പറയാൻ മടിച്ചാലും യേശുവിനോട് നീ തുറന്നു പറയുക. യേശു നിന്നോട് ചോദിക്കുന്നു, സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെയെങ്കിൽ നിൻ്റെ അകത്ത് യേശുവിൻ്റെ ജീവൻ വീഴുമ്പോൾ നിൻ്റെ നരിയാണികൾ ഉറയ്ക്കും. എൻ്റെ പ്രിയ പിതാവേ, എൻ്റെ പ്രിയ മാതാവേ, നീ ആ കിടക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായില്ലേ? നിൻ്റെ കൂടെയുള്ള പലരും നീ കിടന്ന സമയം മുതൽ കിടന്നവരിന്ന് ലോകത്തിലില്ല കേട്ടോ. അവരൊക്കെ മൺമറഞ്ഞു പോയി, മണ്ണിന് വളമായി മാറി. എന്നാൽ ഇന്നും നീ ജീവനോടെ ഇരിക്കുന്നില്ലേ? ഇന്നും നിന്നെ ആ കിടക്കയിൽ ആരോഗ്യത്തോടെ ഇരുത്തുന്നില്ലേ? ആ കിടക്കയോട് പറ്റിച്ചേർന്ന് അസ്ഥികൾ ഉണങ്ങി, അസ്ഥിയോട് മാംസം പറ്റിച്ചേർന്ന് രക്തധമനികളുടെ ഓട്ടം നനച്ചിട്ട് നിന്റെ ശരീരത്തിൽ കയ്യോ കാലോ പൊങ്ങാൻ കഴിയാതെ, പരാശ്രയം കൂടാതെ തിരിഞ്ഞോ മറിഞ്ഞോ കിടക്കാൻ കഴിയാതെ കിടക്കണമെന്ന് പിശാച് വെല്ലുവിളിച്ചിട്ടും അതിനകത്തൊന്നും നിന്നെ കിടത്താതെ, അതിനകത്തൊന്നും ദൈവം നിനക്ക് ഇടയാക്കാതെ, നിനക്ക് തന്നെ എഴുന്നേറ്റിരിക്കാനും, നിനക്ക് തന്നെ ബാത്റൂമിൽ പോകാനും, തന്നെ ബ്രഷ് ചെയ്യാനും ദൈവം നിനക്ക് ആരോഗ്യം തന്നില്ലേ? അങ്ങനാണെങ്കിൽ ഞാൻ ആത്മമണ്ഡലത്തിൽ പറയാം, അത് യേശു നിൻ്റെ അടുക്കൽ വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടോട് പറയട്ടെ,
കാലങ്ങൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന, ഏറിയ വർഷങ്ങൾ കൊണ്ട് നിങ്ങൾ ഭാരപ്പെടുന്ന ഏത് വിഷയവും പരിഹരിക്കാൻ കർത്താവിന് കഴിയും. ഞാൻ പ്രാർത്ഥിക്കട്ടെ. യേശുവിനെ സ്വീകരിക്കുക, യേശുവിനായി ജീവിതം സമർപ്പിക്കുക. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് രാവിലെ എന്നെ കൽപ്പിച്ച നല്ല ദൂതനായി സ്തോത്രം. ഈ ജനത്തോട് സംസാരിച്ച ദൈവിക ദൂതനായി സ്തോത്രം. ഞങ്ങൾ ഏറിയ ചില വർഷങ്ങളായി ചില വിഷയത്തിൻ്റെ മുമ്പിൽ ഭാരത്തിലാണ്, ഞങ്ങൾ ചില ഞങ്ങളുടെ മുമ്പിൽ ഞെരുക്കത്തിലാണ്. എന്നാൽ ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ ശക്തീകരിക്കാൻ, ഞങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്താൻ അങ്ങയ്ക്കല്ലാതെ ആർക്കും കഴിയില്ല. ഞങ്ങൾക്ക് ആരുമില്ലപ്പാ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല, ഞങ്ങളെ ഓർക്കാൻ ആരുമില്ല. ഞങ്ങളുടെ സാഹചര്യങ്ങൾ പലതും പരിമിതമാണ്, പരിതാപകരമാണ്. ഞങ്ങൾ ആരോടും ഒന്നും പറയുന്നില്ലെങ്കിലും ഞങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്ന നീറുന്ന ചില വിഷയങ്ങളുണ്ടപ്പാ. അതിന് ഇന്നു പകൽ ഏറിയ കാലമായി ഞങ്ങൾ അനുഭവിക്കുന്ന വിഷയത്തിന് ഇന്നു പകൽ ഒരു വിടുതൽ കിട്ടാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സന്ദേശം കേട്ടവരെ അനുഗ്രഹിക്കണേ. ഇവരുടെ കിടക്ക മാറ്റിവിരിക്കണേ. ഇവരെ വിടുവിക്കണമേ. ഇവരെ സഹായിക്കണമേ. ഇവരുടെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തണമേ. ദൈവകരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ധൈര്യമായിട്ടിരിക്കൂ. എത്ര വർഷം പഴക്കമുള്ളതായാലും യേശുവിൻ്റെ അടുക്കൽ നിങ്ങൾ വന്നാൽ, യേശു നിങ്ങളുടെ അടുക്കൽ വന്നാൽ ഒരത്ഭുതം നടക്കും. ഇന്നത് സംഭവിക്കട്ടെ. യേശുവിൽ കൂടെയുള്ള വിടുതൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.